പ്രിയ സുഹൃത്തുക്കളെ, ടൈം മീഡിയയിലേക്ക് സ്വാഗതം. ഞാനിന്ന് നിൽക്കുന്നത് കായിക്കര കുമാരനാശാൻ സ്മാരകത്തിലാണ്. നമ്മളിവിടെ ഈ കാടും ഒക്കെ ഒരുപാട് വളർന്നു കിടക്കുകയാണ്. ഇവിടുത്തെ പഞ്ചായത്ത് അധികാരികളും മറ്റുള്ള ഭരണാധികാരികളൊന്നും ഇത് ശ്രദ്ധിക്കുന്നില്ല. ഇവിടെ ഒരു സ്കൂളുണ്ട്. ഈ സ്കൂളൊക്കെ ഒരുപാട് വർഷത്തോളം പ്രവർത്തിക്കുന്നതാണ്. ഇവിടെയും കാടൊക്കെ പിടിച്ച് കിടക്കുകയാണ്, ഒരുപാട് കാടൊക്കെ പിടിച്ച് കിടക്കുകയാണ്. കുമാരനാശാൻ്റെ സ്മാരകമാണ്. ഇത് നശിച്ചുകൊണ്ടിരിക്കുകയാണ് ഓരോ വർഷം ചെല്ലും തോറും. ഇതിന് വേണ്ടപ്പെട്ട അധികാരികൾ ഇതിന് വേണ്ടുന്ന ഒരു നടപടി സ്വീകരിക്കുക. കായിക്കര ഞാൻ വന്നപ്പോൾ ഈ ഒരു വീഡിയോ എടുക്കണമെന്ന് തോന്നി അങ്ങനെ എടുത്തതാണ്. ഇത് യഥാർത്ഥത്തിൽ നല്ലൊരു ടൂറിസ്റ്റ് കേന്ദ്രം കൂടിയാണ്. ഇവിടെ കടലും കൂടെയൊക്കെ സംയോജിച്ച് കിടക്കുന്ന ഒരു സ്ഥലമാണ് കായിക്കര കുമാരനാശാൻ സ്മാരകം എന്ന് പറയുമ്പം കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ടൂറിസ്റ്റ് കേന്ദ്രം കൂടിയാണ്. എല്ലാവർക്കും കാണാനും ആസ്വദിക്കാനും ഒക്കെ ഉള്ള സ്ഥലമാണിത്. പക്ഷേ ഇത് അധികാരികൾ ഇത് ചെവി കൊള്ളുന്നില്ല. ഇത് കാടൊക്കെ പിടിച്ച് ഒരുപാട് നാളായി ഇങ്ങനെ കിടക്കുന്നെന്നാണ് ഇവിടെ അടുത്തുള്ള നാട്ടുകാർ പറയുന്നത്. സ്കൂളിൻ്റെ പ്രവർത്തനം വലിയ രീതിയിലാണ്. പക്ഷേ ഇവിടെ ഈ സ്കൂളിൽ പ്രവർത്തനം ഉണ്ടെങ്കിലും ആ സ്കൂളിൻ്റെ ഭാഗത്തൊക്കെ ഒരുപാട് കാടും ഒക്കെ ആയി കിടക്കുകയാണ്. അവിടെ പാമ്പ് ഇഴജന്തുക്കളുടെ ശല്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഇത് അധികാരികൾ ശ്രദ്ധിക്കുക. അതിനോട് ചേർന്ന് തന്നെയാണ് ഈ കടലും സ്ഥിതി ചെയ്യുന്നത്. വളരെ നല്ല അന്തരീക്ഷമാണ്. പക്ഷേ നമ്മൾ ഈ അധികാരികൾ ഈ കാടും മൂടുമൊക്കെ നേരെയാക്കി വെട്ടിക്കളഞ്ഞ് നേരെയാക്കി കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാർക്ക് ആകർഷിക്കാൻ പറ്റുന്ന സ്ഥലമാണ് ഈ കായിക്കര ഗ്രാമം എന്ന് പറയുന്നത്. ഇത് പഞ്ചായത്ത് അധികാരികൾ ഇത് ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളതാണ് എൻ്റെ യഥാർത്ഥ സത്യാവസ്ഥ. ഇവിടെ ഈ ഭാഗത്ത് കായലാണ്. കായലിൻ്റെ ഭാഗത്തൊക്കെ ഒരുപാട് നല്ല സ്ഥലങ്ങളാണ്. പക്ഷേ ഇവിടെ ആരും ഇത് ശ്രദ്ധിക്കുന്നില്ല. ഒരുപാട് കാടും മൂടൊക്കെ ആയി ഇങ്ങനെ കിടക്കുന്ന ഏരിയയാണ് കംപ്ലീറ്റ് ഈ കാണുന്നതല്ല. കണ്ടോ? ഇപ്പോൾ ടൂറിസ്റ്റുകളൊക്കെ വല്ലപ്പോഴേക്കൊക്കെ വരുന്നുണ്ട്. പക്ഷേ അതാരും ശ്രദ്ധിക്കാത്തത് കൊണ്ടാണെന്ന് തോന്നുന്നു. ഇത് കടലാണിത്. ഈ ഭാഗത്താണുള്ള കടലിൻ്റെ ഭാഗമാണിത്. കടൽ വേണ്ട. നല്ല കാലാവസ്ഥയാണ്. കുളിർക്കാറ്റ് ഏകുന്ന കടലിൻ്റെ ജലധാരകൾ ഇങ്ങനെ ഒഴുകി വരുമ്പോൾ മനസ്സിനെ കുളിർമയേകുന്ന ഒരു കാഴ്ചയാണ് പ്രേക്ഷകരെ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ അതിമനോഹരമായ രീതിയിലുള്ള കാഴ്ചകളാണ് നിലവിലുള്ളത്. പക്ഷേ ഈ കായിക്കര ഗ്രാമം എന്ന് പറയുന്നതിൽ മത്സ്യത്തൊഴിലാളികളുടെ ഒരു പ്രധാനപ്പെട്ട മത്സ്യബന്ധന കേന്ദ്രം കൂടിയാണ്. കടലും കായിക്കര കുമാരനാശാൻ സ്മാരകവും കൂടി തൊട്ടടുത്ത് കിടക്കുന്നതിനാൽ എല്ലാവരെയും ആകർഷിക്കുന്നതായിട്ട് ആണ് അറിയാൻ കഴിയുന്നത്. ഇവിടെ നാട്ടുകാരോടൊക്കെ ചോദിച്ചപ്പം ഇത് ഒരുപാട് വർഷം കൊണ്ട് ഇത് വൃത്തിയാക്കാതെ കാടും കയറി നശിച്ച് കിടക്കുന്നെന്നാണ് അറിയാൻ കഴിയുന്നത്. അത് ദയവായിരിച്ച് ഈ അധികാരികൾ ഈ വീഡിയോ കാണുന്നെങ്കിലും ഇത് ഒന്ന് വൃത്തിയാക്കി അതിൻ്റെ നല്ല രീതിയിലുള്ള കാര്യങ്ങളുമായി മുന്നോട്ട് പോകണം എന്നാണ് നമുക്ക് പറയാനുള്ളത്. ഇവിടെ ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട്, വീഡിയോ എടുക്കുന്നുണ്ട്. നല്ല കുമാരനാശാൻ നല്ല വാചകങ്ങളൊക്കെ കൊണ്ട് ജാതിഭേദം മതദോഷം ഏതുമില്ലാതെ സർവരും സോദരേന വാഴുന്ന മാതൃകാ സ്ഥാനമാണിത് എന്നുള്ള പേരൊക്കെ അർത്ഥവത്തായ വരികളാണ്. പക്ഷേ നമ്മൾ ഈ വരികൾ ഉണ്ടെങ്കിൽ പോലും നമ്മൾ അധികാരികൾ ഇതൊന്നും ശ്രദ്ധിക്കുന്നില്ലെന്നുള്ളതാണ് സത്യം. കണ്ടോ? കാടും ഒക്കെ ആയി ഒരുപാട് കിടക്കുകയാണ്. ഈ സ്കൂളൊക്കെ തൊട്ടടുത്ത് തന്നെയാണ് പ്രവർത്തിക്കുന്നത്. സ്കൂളിൻ്റെ പ്രവർത്തനമൊക്കെ ഉണ്ട്. പക്ഷേ കാടും ആയി കിടക്കുന്നതുകൊണ്ട് ഇഴജന്തുക്കളുടെ ശല്യം ഉണ്ടെന്നാണ് അറിയാൻ കഴിയുന്നത്. അപ്പോൾ വേണ്ടപ്പെട്ട അധികാരികൾ ഇതിന് വേണ്ടുന്ന നടപടി സ്വീകരിക്കുക. ഇപ്പോൾ ഒരു സുഹൃത്ത് ഒന്ന് പറയും ഇവിടുത്തെ ആശാ സ്മാരകത്തെക്കുറിച്ച്. എന്താണ് ഈ ആശാ സ്മാരകം ഇങ്ങനെ കാട് കയറി നശിക്കാനുള്ള കാരണം? എൻ്റെ സുഹൃത്തിൻ്റെ പേര് രഞ്ജിത്ത് എന്നാണ്. ഇവിടെ തൊട്ടടുത്ത നാട്ടുകാരൻ തന്നെയാണ്. ഇവിടെ താമസിക്കുന്ന ഒരാളാണ്.
സൗണ്ട് ആരും തിരിഞ്ഞു നോക്കാറില്ല. ഇവിടെ ആരെയും കാണാനില്ല. ഇവിടെ ആരും വൃത്തിയാക്കുന്നൊന്നുമില്ല, അധികാരികളൊന്നും നോക്കാറൊന്നുമില്ല. കാടൊക്കെ പിടിച്ച് കിടക്കും. താങ്കൾ ഇവിടെ പിന്നെ താമസിക്കുന്ന ആളല്ലേ, അപ്പോൾ ഇതൊക്കെ ജനങ്ങൾ കാണുന്നുണ്ടല്ലോ, ഇങ്ങനെ ഈ കാടൊക്കെ ആയി കിടക്കുന്നതും വൃത്തിഹീനമായ ഒരു അന്തരീക്ഷമാണ് നമ്മളെ ഈ കുമാരനാശാൻ സ്മാരകത്തിൻ്റെ ഈ ഭാഗത്തുള്ളത്. ആരെങ്കിലും ഇവിടെ വരുന്നുണ്ടോ? അറിയത്തില്ല, ഇതുവരെ ആരും കണ്ടിട്ടില്ല. ഓക്കെ, അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഇവിടെ ആരും വരുന്നില്ല, അതിനെക്കുറിച്ചൊന്നും ഒരു വ്യക്തത ഇല്ലെന്നാണ് പറയുന്നത്. എന്നിരുന്നാലും ഇതിന് വേണ്ടുന്ന കാര്യങ്ങൾ സ്വീകരിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇത് ആശാൻ സ്മാരക മന്ദിരം, ആശാൻ സ്മാരക കേന്ദ്രവും കൂടിയാണ്, സാംസ്കാരിക കേന്ദ്രവും കൂടിയാണ്. ഇവിടെ എൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ഗവൺമെൻറ് ആശാൻ മെമ്മോറിയൽ സ്കൂൾ പ്രവർത്തിക്കുന്നത്. ഇതിൻ്റെ കുറച്ച് ഇപ്പുറത്തോട്ട് മാറി റോഡാണ്. ഈ റോഡിലൂടെ വാഹനങ്ങൾ പോകുന്ന ഒരു സ്ഥലമാണ്. ആശാൻ സ്മാരക സ്ക്വയർ മന്ദിരമാണ് കാണുന്നത്. അവിടെ ഈ പ്രധാനപ്പെട്ട ദിവസങ്ങളിലൊക്കെ സ്റ്റേജ് പരിപാടികളൊക്കെ കാണും, നാടക മത്സരങ്ങളൊക്കെ കാണും. എന്തുകൊണ്ടും ഒരു നല്ല ഒരു മനസ്സിന് കുളിർമയേകുന്ന ഒരു സ്ഥലം കൂടിയാണ് കായിക്കര ആശാൻ മെമ്മോറിയൽ സ്കൂളും ആശാൻ മെമ്മോറിയൽ സ്മാരകവും. ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള ഒരു ഏരിയ കൂടിയാണ് ഈ ആശാൻ സ്മാരക ഹാള്. ഇവിടെ ഐതിഹ്യപരമായിട്ട് പറഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ ജനങ്ങളെ ആകർഷിക്കുവാനും ആശാൻ കുമാരനാശാനെ കുറിച്ച് പഠിക്കാനും ഒക്കെ ഒരുപാട് സ്കൂൾ കുട്ടികൾ വരുന്ന ഒരു സ്ഥലവും കൂടിയാണ്. അപ്പോൾ ഇന്നിപ്പോൾ ഞായറാഴ്ച ആയതുകൊണ്ട് തിരക്ക് കുറവാണ്, ആളില്ല. ചില പ്രധാനപ്പെട്ട ദിവസങ്ങളിലൊക്കെ നല്ല തിരക്കാണെന്നാണ് അറിയാൻ കഴിയുന്നത്. അതിലുപരി ആ കാണുന്ന ആശാൻ സ്മാരകം വളരെ പ്രസിദ്ധമായ പല ഏടുകളിൽ എഴുതി ചേർത്തതാണ്. പാഠപുസ്തക ലിപികളിൽ നമുക്ക് പഠിക്കാൻ കൂടി ഉള്ള ഒരിടം തന്നെയാണ് കായിക്കര ആശാൻ സ്മാരകം. ഇവിടെ ഒരു അംഗനവാടി കൂടി പ്രവർത്തിക്കുന്നുണ്ട്. ഒരു LP സ്കൂളാണ്, എങ്കിലും എല്ലാവർക്കും കാണാനുള്ള ഒരു നല്ല ഒരു വൈബും കൂടിയാണ് ഈ ഏരിയ. എന്തായാലും ഈ വീഡിയോ കാണുന്ന പ്രേക്ഷകർ എപ്പോഴെങ്കിലുമൊക്കെ ഏതെങ്കിലും സമയത്തെങ്കിലും ഇവിടെ വന്ന് ഇതിൻ്റെ കാഴ്ചകളൊക്കെ ഒന്ന് കാണണം എന്ന് ആണ് എനിക്ക് പറയാനുള്ളത്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു ടൂറിസം കേന്ദ്രമായാണ് അറിയാൻ കഴിയുന്നത്. എങ്കിലും ഇവിടുത്തെ ഒരു പരാജയം എന്ന് പറഞ്ഞാൽ ഇത് സംരക്ഷിക്കപ്പെടുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. കാര്യം കാടും ഒക്കെ ഇങ്ങനെ കിടക്കുന്നത് കൊണ്ട് വല്ലാത്തൊരു അവസ്ഥയിലാണ് ഇതിൻ്റെ മുന്നോട്ടുള്ള പോക്ക്. തീർച്ചയായിട്ടും ഈ വീഡിയോ വരുമ്പോൾ അധികാരികൾ ശ്രദ്ധിച്ച് വേണ്ട നടപടി സ്വീകരിക്കും എന്ന് ഒരു ഉറപ്പും മേലെ തൽക്കാലം ഈ വീഡിയോ നിർത്തുന്നു. നന്ദി, നമസ്കാരം.